ഹേയ് ഗൈസ്, അപ്പോൾ തകർക്കാനും തകർത്തെടുക്കാനുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം വെച്ചിട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഗൈസ് പോപ്പി പ്ലേ ടൈം ചാപ്റ്റർ 2 ദ മൊമി ലോൺലിങ്സിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ പാർട്ട് 1 നമ്മൾ നിർത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം സ്റ്റേഷനിൽ നമ്മൾ വന്നായിരുന്നു. മൊമി ലോൺലിങ്സ് നമ്മുടെ കൈയും കാറിലൊക്കെ വലിച്ചുകൊണ്ട് പോയി, പിന്നെ പോപ്പിനെയും പിടിച്ചുകൊണ്ടൊക്കെ പോയിരുന്നു. പോപ്പിനെ എപ്പോൾ കാണാനാണെന്നറിയില്ല. എന്തായാലും നമുക്കിനി അടുത്ത ഗെയിംസിലോട്ട് പോകാം. എന്തായാലും അവരാണെങ്കിൽ സീൻ ദ ബീച്ച് എന്നൊക്കെയാണ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്തൊരു ഗെയിമിലോട്ട് പോയേക്കാം. ഇതാണ് ആദ്യത്തെ ഗെയിം. അപ്പോൾ ഗെയിം ഇതാണ്. 3 ഗെയിംസാണുള്ളത്. അതിൽ ആദ്യത്തെ ഗെയിം ഇതാണ്. രണ്ടാമത്തെ ഗെയിം കുറച്ചുകൂടി ഇതായിരിക്കാം. രണ്ടാമത്തെ ഗെയിം എനിക്ക് അറിയില്ല എന്താണെന്ന്. മൂന്നാമത്തെ ഗെയിം ലാസ്റ്റ് ഗെയിം ഏതാണെന്ന് ഒരു പിടുത്തവും ഇല്ല, എത്തുമ്പോഴേയും കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് പാർട്ട് 2ലേക്ക് പോയേക്കാം. എന്തായാലും വീഡിയോ എന്നല്ല വെച്ചൊരു ലൈക്ക് അടിക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ തന്നെ ഷെയറിങ് കൂടി ചെയ്തേക്കാം. കാരണം എല്ലാം വെച്ചാലും നമ്മളെല്ലാവരും എന്താ പറയുക, ബോറടിച്ചിരിക്കുന്നവന്മാരെ നമ്മൾ മാറ്റിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോയേക്കാം ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈ ഗ്രാഫിക്സൊക്കെ ആക്കി നോക്കി, നടക്കത്തില്ല, ഭയങ്കര ലാഗാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോയേക്കാം. അപ്പോൾ എന്തായാലും വെച്ചാൽ മൊമി ലോൺലിങ്സിനെ നമ്മൾ ഇവിടെ വെച്ച് കാണാൻ പോവാണ്. കാരണം ഗെയിം 1, 2, 3 ആ ഒരു ഗെയിംസിൽ എല്ലാ ഗെയിംസിലും നമ്മുടെ പോപ്പി, അതായത് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഈ ഒരു ഗെയിമിനകത്ത് നമ്മൾ എല്ലാ ഇതും നമ്മൾ കാണാൻ പോവാണ്. അതായത് എല്ലാ ഗെയിംസിനകത്ത് നമ്മൾ മൊമി ലോൺലിങ്സിനെ കാണും. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് എന്താ ചെയ്യേണ്ട ഒരു പിടുത്തമില്ല. ഇപ്പോൾ എന്ത് ചെയ്യേണ്ട ഒരു പിടുത്തമില്ല. അവരുടെ താഴെ ഒരു ഗുഹ പോലെ എന്തൊരു സാധനമുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തോട്ട് ചാടാം. ഓക്കെ, അവിടെ ഒരു സ്ഥലം കാണുന്നുണ്ട്, അങ്ങോട്ടേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഇവിടെ വരുമ്പോൾ മോൾഡിങ് റൂംസ് എന്ന് പറയുന്ന സ്ഥലം കാണാൻ പറ്റും. അപ്പോൾ അത് കൊള്ളാം. എന്തായാലും അത്യാവശ്യം നല്ലൊരു ഇതെനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. വെയിറ്റ് ചെയ്യേ, നമുക്കൊന്ന് ഹാൻഡ് ഒന്ന് സെറ്റാക്കട്ടെ. ഹാൻഡ് ഇച്ചിരി ഇതാക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഹാൻഡ് കാലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെ കൈ ആകെ നീരേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പുതിയ കൈയാണ്. മോൾഡിങ് കോഴ്സ് വന്നിട്ട് പുതിയൊരു കൈ എടുക്കാൻ പോകണം, അല്ലെങ്കിൽ പുതിയൊരു ഹാൻഡ് എടുക്കാൻ പോവാണ്. അതും ഗ്രീൻ ഹാൻഡ് എന്ന് പറയുന്നൊരു ഹാൻഡാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് എന്തെങ്കിലും കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ ഞെക്കാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും നൈസ് ഞെക്കിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അവിടെ എന്തോ ഒരു പ്രിൻ്റ് പോലത്തെ എന്തോ സിമെൻറ്റോ എന്തോ സൂക്കിയോ അങ്ങാണ്ട് വരുന്നുണ്ട്. അത് വരുവാണ്. അപ്പോൾ അത് വെച്ചതിന് ശേഷം അടുത്ത ബട്ടണിൽ നമുക്ക് പോയി ഞെക്കാം. അടുത്ത ബട്ടണിലാണ് ഇത് ഞെക്കിയിട്ട് ഇത് മറ്റേ അവിടെ എന്തോ ലീക്കായി അത് ഇതായി കിടക്കുകയാണ് കേട്ടോ. നമുക്ക് എന്തായാലും വെക്കാം കേട്ടിട്ട്. ഓക്കെ, അവിടെ സെറ്റായിട്ടുണ്ട്. എന്തായാലും നമുക്ക് നൈസിന് ഇത് ഓണാക്കിയിട്ട് നേരെ ഈ ഒരു മൂന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഈ ഒരു ബോക്സിനകത്തോട്ട് വെക്കാം. ഓക്കെ, ഈ 3 കണ്ണുകൾ നമ്മളെ നോക്കുന്നുണ്ടോ എന്തോ? ഇല്ല, നോക്കുന്നില്ല. ഇവന്മാർക്ക് ജീവനൊന്നുമില്ല. ചിലതിനൊക്കെ ജീവനുണ്ട് കേട്ടോ. പക്ഷേ പോപ്പി പ്ലേ ടൈം 1 കുറച്ച് ഹൊറിഫൈൻ ഉണ്ടായിരുന്നു, കുറച്ച് ഹൊറർ ഉണ്ടായിരുന്നു. കാരണം അത് ആദ്യത്തെ ഗെയിമാണ്, കുറച്ചുകൂടി ഹൊറർ കാണും. പക്ഷേ പോപ്പി പ്ലേ ടൈം ചാപ്റ്റർ 2 കുറച്ചുകൂടി ഹൊറർ ഉള്ളത്. 3 ഗെയിംസാണല്ലോ ഉള്ളത്. അപ്പം അതിനകത്ത് കുറച്ചൊക്കെ നമുക്ക് കഴിഞ്ഞിട്ട് ഇതെന്താ, ഇത് ഇടയ്ക്ക് ചുവപ്പും പച്ചയാവും. അതിനകത്ത് ഇതില്ല, പെയിൻ്റ് ഇല്ല. അപ്പോൾ പെയിൻറ്റ് ബക്കറ്റ് അല്ലെങ്കിൽ പെയിൻ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ മണ്ടയ്ക്കാണ് പെയിൻ്റ് ഉള്ളത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് പോയിട്ട് നമുക്ക് നൈസിന് പെയിൻറ്റും കാറിലൊക്കെ എടുത്തിട്ട് വരാം. പെട്ടെന്ന് പോയിട്ട് എടുത്തിട്ട് വരാം ഗൈസ്. ഓക്കെ, നൈസ് പെയിൻറ്റിങ് കാറിൽ എന്തെങ്കിലും അവിടെ കിടപ്പുണ്ട്, അതാണ് പെയിൻ്റൊക്കെ. അപ്പോൾ എന്തായാലും നൈസിന് പോയി എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ബാക്കിലോട്ട് കൊണ്ടിടാം. ഇഞ്ഞു വേണം. ഇത്രയും താമസിക്കണ്ട ഇങ്ങോട്ട്. എന്തായാലും നമുക്ക് കയറ്റി വരാം. ഓക്കെ, കയറ്റിയിട്ടുണ്ട്. അത്യാവശ്യം റിയലിസ്റ്റിക് ഉണ്ട്. എന്തായാലും നമുക്ക് നേരെ ഈ ഒരു താഴോട്ട് പോയതിന് ശേഷം അത് പോയി നമുക്ക് പ്രസ് ചെയ്തിട്ട് വരാം. എന്തായാലും ക്ലിക്ക് കാറിലൊക്കെ ചെയ്തിട്ട് നമുക്ക് നോക്കിയിട്ട് വരാം. കൈയുടെ ഹാൻഡൊക്കെ എങ്ങനെ വർക്കാവുന്നത് നോക്കിയിട്ട് വരാം. അത് റോളങ്ങാണ്ട് ചെയ്യാമെന്ന് തോന്നുന്നു കേട്ടോ. അല്ല, റോള് നേരത്തെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് കളറ് ചെയ്യുക. സോറി എൻ്റെ പറ്റി. അപ്പോൾ ഇതിൽ അടുത്ത ഈ ഒരു മറ്റേ ആ ഒരു നീങ്ങുന്ന ആ ഒരു ഇതില്ലേ, അതിലോട്ട് നീക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നൈസിന് പോയിട്ട് നമുക്ക് ആ ഒരു പച്ച ഗ്രീൻ ഹാൻഡ് പോയി എടുത്തിട്ട് വരാം. നമുക്ക് ആ ഒരു ഗ്രീൻ ഹാൻഡ് കിട്ടി. അല്ല, അന്നപ്പം ഒരു ഹാൻഡാണ് കിട്ടിയപ്പോൾ കുറേ ഹാൻഡ് ഇതെന്തിനാണെന്ന് അറിയത്തില്ല. നമുക്ക് എന്തെങ്കിലും ഇവിടെ വെച്ചു. ആ ഡോർ ഓർമ്മ. എന്തായാലും കാസറ്റ് കിട്ടിയില്ലേ. ഈ ഗ്രീൻ ഇത് കൊണ്ട് എന്തോ ഉപയോഗം നോക്കാം. ഗ്രീൻ ഇലക്ട്രിസിറ്റി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതായത് നമുക്ക് നൈസിന് നോക്കാം. പ്ലേ ടൈം ദിസ് ഈസ് ദ ഗ്രീൻ ഹാൻഡ്. ഓക്കെ, ഇതാണ് നമ്മൾ ഗ്രീൻ ഹാൻഡ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഗ്രീൻ ഹാൻഡ്. ഇത് പവർ കിട്ടും. പിന്നെ ഇത് പെർമനൻ്റ്ലി പറ്റില്ല, ടെമ്പററി ആയിട്ട് നിൽക്കൂ.
പിന്നെ ഇത് മറ്റേ രീതിയിലുള്ള നീലൊക്കെ മറ്റേ കഴിഞ്ഞ പ്രാവശ്യം ചാപ്റ്റർ 1 ചാപ്റ്റർ 2 ആദ്യത്തെ പോലെ ഒന്നും അല്ല. ഇത് കുറച്ചുകൂടി എന്താ പറയുക, ഇതുണ്ട് കുറച്ചുകൂടി കുറേ നേരം നിൽക്കും. അതാണ് സംഭവം പ്രത്യേക വെറൈറ്റി. പിന്നെ കുറച്ച് നേരം നിൽക്കത്തേ ഉള്ളൂ, അതാണ് വെറൈറ്റി. 10 സെക്കൻഡാണ് നിൽക്കത്തുള്ളൂ, മനസ്സിലായോ? ഓക്കെ. അങ്ങനെ നിങ്ങൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാനും നിങ്ങളും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്തായാലും കണ്ട് നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് ഇതിനകത്തൊരു കയറാം. ഇതിനകത്തും അതുപോലെ തന്നെ ഡു നോട്ട് എൻ്റർ എന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സ്ഥലത്തോട്ട് പോകാം. ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് അവരൊരു പൂച്ച എങ്ങാണ്ട് കാണിക്കുന്നു. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാം. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇതൊക്കെ ഓക്കെ. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സ്ഥലമാണ് കേട്ടോ. അത് ഏതാ ഭാഗം? അത് മറ്റു മുമ്പ് വന്ന സ്ഥലം. ഓക്കെ. എന്തായാലും നമുക്ക് മറ്റേ ഗുഹ എന്ന് പറഞ്ഞ സ്ഥലമില്ല, അങ്ങോട്ടേക്ക് വന്ന സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് പുതിയ ഗെയിമിംഗ് കാറിൽ പോകണം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഗെയിമിംഗ് സെക്ഷൻ. ഇതാണ് ഗെയിമിൻ്റെ ഇവിടെ അവർ പറഞ്ഞു തരുന്നതുകൊണ്ട് എന്താണ് ഗെയിമിംഗ് കാറിൽ നമുക്ക് എന്തായാലും ശ്രദ്ധിച്ച് കേൾക്കാം. ഇത് മ്യൂസിക്കൽ മെമ്മറി എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര് എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോഡിയുടെ അല്ല നമ്മുടെ ഹെഡിൻ്റെ ബ്രെയിനിൽ പച്ച കളർ ബാക്കിലും ഇതിലും ബുദ്ധി കൂടുമെന്നാണ് പറയണത്, എന്നാണ് തോന്നുന്നത്. അങ്ങനെ കണ്ടാണ് പറയണേ. ബുദ്ധിയൊന്നും കൂടുകയില്ല, മൊബൈൽ കാണുന്ന ഇതൊക്കെ കാണുന്നത് റേഡിയസ് കൂടും, അങ്ങനെ നമുക്ക് പറ്റും. എന്തായാലും നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധി കൂടുമെന്ന്, കാരണം ഓർമ്മശക്തി കൂടുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എന്തായാലും നൈസ് നോക്കിയിട്ട് അപ്പോൾ ഓക്കെ. അത് ഇപ്പോൾ ഗ്രീനും ചുമപ്പും പറയുകയാണെങ്കിൽ നമ്മൾ ഗ്രീനും ഞെക്കി, ചുമപ്പ് പറയാൻ ആദ്യം ഏത് കളറാണോ അത് ഞെക്കി, ലാസ്റ്റ് ഏതാണോ അതിലേക്ക് പോകണം. അഥവാ നമുക്ക് പറ്റിയില്ലെങ്കിൽ അതിങ്ങനെ താന്ന് വരും. ഏറ്റവും ദിവസം നമ്മൾ അടുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ തെറ്റ് കിട്ടുകയാണെങ്കിൽ പോകും. അഥവാ തെറ്റ് ശരിയാണെങ്കിൽ അത് ചെറുതായി പോകും. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനകത്തെ ആൾ പറഞ്ഞിട്ടുണ്ട് ഗുഡ് ലക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയത്തില്ല എത്രമാത്രം പോകുന്നത്. രണ്ടാമത്തെ ട്രയലോ സെക്കൻഡ് ട്രയലോ അല്ലെങ്കിൽ തേർഡ് ട്രയലോ മൂന്നാമത്തെ ട്രയൽ നാലാമത്തെ ട്രയൽ അഞ്ചാമത്തെ ട്രയലിലൊക്കെ ആയിരിക്കും മിക്കവാറും നമ്മൾ ജയിക്കാൻ പോകുന്നത്. കുറേ ചെയ്യേണ്ട വരുമായിരിക്കും. എന്തായാലും നമ്മുടെ മോമി ലോങ് ലെഗിൻ്റെ സീനറി വന്നിട്ടുണ്ട്. നമ്മളെ മോമി ലോങ് ലെഗ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രെയിനിൻ്റെ കാർഡ് കിട്ടുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഞാനൊരു ബണ്ണി ബുക്സ് പുള്ളിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല, പുള്ളിക്കാരെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയണം. അപ്പോൾ എന്തായാലും ഗെയിമും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, യെല്ലോ ഞെക്കി അത് കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അടുത്ത യെല്ലോയും ബ്ലൂ ആണ്. യെല്ലോ അല്ല ബ്ലൂ. ഓക്കെ, ആ സെറ്റ് കഴിഞ്ഞ് യെല്ലോ ബ്ലൂ സെറ്റ് കഴിഞ്ഞ് അടുത്ത് യെല്ലോ ബ്ലൂ ഗ്രീൻ ഇത് സിമ്പിളാണ്. ഇത് 3 ഉള്ളൂ. അടുത്ത യെല്ലോ ബ്ലൂ ഗ്രീന് അങ്ങനെയാണ്. യെല്ലോ ബ്ലൂ ഗ്രീന് ഓക്കെ സെറ്റ്. അത് ബണ്ണി ബോക്സ് തേഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത് ഓക്കെ യെല്ലോ ബ്ലൂ ഗ്രീന് ലെറ്റ്സ് ഗോ സെറ്റ്. അപ്പോൾ അടുത്തെന്തോ ഓക്കെ റൗണ്ട് 1 കഴിഞ്ഞു അങ്ങനെയാണെന്ന് തോന്നുന്നു. യെല്ലോ സെറ്റ്, യെല്ലോ ഗ്രീന് ഓക്കെ സെറ്റ്, യെല്ലോ ഗ്രീൻ എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് ട്രയൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു ഫുൾ ഗെയിം. യെല്ലോ ഗ്രീന് യെല്ലോ ബ്ലൂ ലെറ്റ്സ് ഗോ. യെല്ലോ ഗ്രീന് ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ യെല്ലോ ഗ്രീന് അയ്യോ തെറ്റി എല്ലാം നടന്നു. യെല്ലോ ഗ്രീന് യെല്ലോ ബ്ലൂ ഗ്രീന് വയലറ്റ് ലെറ്റ്സ് ഗോ. ഓക്കെ, അതൊന്നും സീനില്ല. അപ്പോൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു റൗണ്ട് കഴിഞ്ഞു. ഇനി അടുത്ത റെഡ് സെറ്റായി. അടുത്ത റെഡ് വൈറ്റ് സെറ്റ്. അടുത്ത റെഡ് വൈറ്റ് യെല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളവിടെ സെറ്റായി. റെഡ് വൈറ്റ് യെല്ലോ ഓറഞ്ച് റെഡ് വൈറ്റ് യെല്ലോ ഓറഞ്ച് റെഡ് വൈറ്റ് യെല്ലോ ഓറഞ്ച്
ഓറഞ്ച് അത്ര സെറ്റ് പിന്നെ അല്ല റെഡ് വൈറ്റ് യെല്ലോ ഓറഞ്ച് റെഡ് വൈറ്റ് യെല്ലോ ഓറഞ്ച് 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 3 ഓറഞ്ച്. ലെറ്റ്സ് ഗോ. ദിസ് ഈസ് സോ സിമ്പിൾ ഗൈസ്. ദിസ് ഗെയിം ഈസ് വെരി സിമ്പിൾ. അടുത്ത ബ്ലൂ. അടുത്ത റൗണ്ടാണ് ബ്ലൂ സെറ്റായി. അടുത്ത ബ്ലൂ ജെ അടുത്ത ബ്ലൂ ജെ വൈലറ്റ് ആയി. ബ്ലൂ ജെ ഹാർട്ട് ഓക്കെ സെറ്റ്. അടുത്ത ബ്ലൂ ജെ ഹാർട്ട് യെല്ലോ. ഞാനിപ്പോൾ ഓറഞ്ച് പിടിച്ച് നിൽക്കുകയാണ്, എനിക്ക് മനസ്സിലായിരുന്നു. ഓക്കെ ബ്ലൂ ജെ ഹാർട്ട് പിന്നെ എന്തോ യെല്ലോ ഫിഷ്. ഓ സെറ്റ്. അടുത്ത എന്തായാലും നമുക്ക് പിടി കിട്ടത്തില്ല, കാരണം കുറച്ച് ലോങ് ആണ്. ബ്ലൂ പിന്നെന്താണ് ഹാർട്ടല്ലേ? അല്ല ജെ ഓക്കെ ബ്ലൂ ജെ ഹാർട്ട് ദിസ്. ഓക്കെ എന്തായാലും നമ്മളവിടെ ചത്തു പോയിട്ടുണ്ട്. എൻ്റെ പൊന്നു അത് പിടിച്ചോട്ടാ, കെണ്ണായിട്ട് പിടിച്ച അതിൻ്റെ അതിൻ്റെ ഇത് കാണുമ്പോൾ ഇത് കൊലി കയറി പിടിച്ചിട്ട് തള്ളണം അതിനെ. അപ്പോൾ എന്തായാലും ഐ സ്റ്റിൽ ഹിയർ. ഓക്കെ എന്തായാലും പുള്ളിക്കാരൻ അവിടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഗൈസ് 11:28 അപ്പോൾ അത്രയും മിനിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്കിനി അടുത്ത റൗണ്ടിലോട്ട് പോകാം. ലാസ്റ്റ് റൗണ്ടാണെന്ന് തോന്നുന്നു. ഏകദേശം ജെ അടിച്ചിട്ടുണ്ട്, അത് വൈറ്റ് ആയിട്ടുണ്ട്. ജെ ഹാർട്ട് അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ജെ അയ്യോ അത് 2 ആയിപ്പോഴാ, സോറി ഗൈസ്. ജെ ഹാർട്ട് യെല്ലോ അത് സെറ്റായി. അടുത്ത ജെ ഹാർട്ട് അല്ല ജെ ടി ട്രൂത്ത് അങ്ങോട്ടാണ് ടി യെല്ലോ ഓറഞ്ച് അങ്ങാണ്ടല്ലേ? യെല്ലോ ടി സോറി 2 ഓറഞ്ച്. പറഞ്ഞ നമ്മുടെ ഇതെന്താ കുറേ ഉണ്ടല്ലോ, വീട്ടിലൊക്കെ കിട്ടില്ല. ഓക്കെ അതെൻ്റെ സെറ്റാണ്. ഇതെന്തടാ ഇത് ഗൈസ്? ഇതെന്ത് ഗൈസ്? ഇത് ഭയങ്കര പരിപാടി കേട്ടോ. ഇത് കുറേ ഉണ്ട്, എങ്ങനെ നിർത്തുന്നത്? ഓക്കെ ട്രയാങ്കിൾ എടുക്കുന്ന സാധനം വരുന്നുണ്ട്. ഓക്കെ അത് ഞെക്കിയപ്പോൾ അതിൻ്റെ എല്ലാം കൂടി പടച്ച് കിട്ടി വീണ് ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മുടെ മോമി ലോങ് ലെഗ്സ് എന്തായാലും മൂഞ്ചിയിട്ടുണ്ട്, തേഞ്ഞ് വട്ടത്തി മൂഞ്ചി. കാരണം അതെല്ലാം പിടിച്ച് നമ്മൾ ജയിച്ചല്ലോ. എന്തായാലും ട്രെയിനിൻ്റെ എന്തൊക്കെ പറഞ്ഞാലും മോമി ലോങ് ലെഗ് അതിൻ്റെ ആ കാർഡിങ് തരൂ കാരണം നീ പറയുന്ന ഗെയിംസ് നമ്മൾ കളിച്ചിരിക്കും, ഞങ്ങൾ കംപ്ലീറ്റും ചെയ്തു. ഏത് മരണക്കളിയായാലും ഞങ്ങൾ കളിക്കും. എവിടെ ഇങ്ങോട്ട് തന്നില്ലെങ്കിൽ പക്ക ഫേക്ക് കളിയാണെങ്കിൽ പോപ്പി പ്ലേറ്റാണെങ്കിൽ നിങ്ങൾ മോബി ലോസിനെ കൊല്ലും ഞാൻ. അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടി തന്നെയല്ലേ കളിക്കുന്നത്. ഓക്കെ നമുക്കെങ്ങനെ ട്രെയിനിൻ്റെ കീ കിട്ടി. അപ്പോൾ ട്രെയിനിൻ്റെ കീ അല്ല വെച്ച് ട്രെയിനിൻ്റെ കോഡോ അങ്ങാണ്ട് കിട്ടിയിട്ടുണ്ട്. കുറേ കോഡുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നേരെ നമ്മുടെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നു ഗൈസ്. നമ്മുടെ വീഡിയോ കാർഡിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ വരുന്ന സീൻ എന്താണെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്. എന്തായാലും ഈ ഗെയിം ഇത്ര വരെ അവസാനിച്ചു. അങ്ങോട്ട് പോയോ ഗൈസ്, അങ്ങോട്ട് ചത്ത് ഗൈസ്. നമ്മൾ അവിടെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകും. ഓക്കെ ഇങ്ങോട്ട് നീങ്ങി പോവാം. ഓക്കെ അവിടെ ഒരു ചുമല കളർ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ ഇവിടെ ഒരു വെൻറ്റ് പോലത്തെ ഉണ്ട്, അങ്ങോട്ടേക്ക് പോയിട്ട് നമുക്ക് പോകാം. എന്തായാലും കേസ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാ മച്ചാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാവരും ലൈക്കും ഷെയറൊക്കെ അടിച്ചേക്കുക. നമ്മൾ പവറാക്കുക, ഫുള്ളി പവറാക്കുക. എല്ലാവർക്കും ബൈ ഗൈസ്. ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ.